വന്യമൃഗശല്യത്തിനെതിരെ കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി സ്വാതന്ത്ര്യദിനം മുതൽ വെള്ളരിക്കുണ്ടിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. കാസർഗോട്ട് വാർത്താ സമ്മേളനം നടത്തിയാണ് സമിതി നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. കേരളത്തിന്റെ മലയോരങ്ങളിൽ നിന്ന് ഇടനാട്ടിലേക്ക് വരെ വന്യജീവികളുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കെ അതിനെതിരെ ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം മുതൽ കാസർഗോഡിന്റെ മലയോര സ്ഥിരാകേന്ദ്രമായ വെള്ളരിക്കുണ്ടിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകൾ പ്രവർത്തിക്കുന്നവർ ചേർന്ന് രൂപം നൽകിയ കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതിയുടെ ഈ സമരത്തിന് വെള്ളരിക്കുണ്ട് മേഖലയിലെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ജനകീയ പ്രസ്ഥാനങ്ങളുടെ ദേശീയ സഖ്യത്തിന്റെ കേരള ഘടകം ഈ വിഷയം സംബന്ധിച്ച് നടത്തിയ പഠനത്തിലെ നിർദ്ദേശങ്ങളെയും 2022 CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനമാക്കിയുള്ള വ്യക്തമായ ആവശ്യങ്ങളടങ്ങിയ നിവേദനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കും അനിശ്ചിതകാല സമരം ആരംഭിക്കുകയെന്നും സമിതി സാരഥികൾ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരുപാട് ആളുകൾ കേരളത്തിന്റെ മലയോര മേഖലയിൽ കൃഷി ഉപേക്ഷിച്ചു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുക. പക്ഷേ മലയോരത്തുള്ളവർക്കേ അതിൻ്റെ ഒരു രൂക്ഷത എത്ര ഉണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആരെങ്കിലും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ആളുകൾ വൈകാരികമായി പ്രതികരിക്കും. ആ ഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ വനം വകുപ്പിൻ്റെ ഒക്കെ ഇടപെടലുണ്ടാവും. അവർക്ക് ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നു. അവരുടെ ആ ഒരു പ്രതിഷേധത്തെ, ആ ഒരു വൈകാരികമായ പ്രക്ഷുബ്ധാവസ്ഥയെ തണുപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. അതിൻ്റെ തീയതിയും സ്ഥലങ്ങളും മാത്രമേ മാറുന്നുള്ളൂ. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കവും പ്രത്യേകിച്ചും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. വനം വകുപ്പാണല്ലോ വന്യജീവികളുടെ കസ്റ്റോഡിയൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിങ്ങനെ ഈ വിഷയം പ്രധാനമായി ഉന്നയിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിന് നിർബന്ധിതമാകുന്നത്. കാരണം ഇത് ഈ ഒരു 5 ലക്ഷം അല്ലെ 10 ലക്ഷം സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന തുക കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണണം. അത് പരിഹാരം ഉണ്ടാക്കേണ്ടത് വനം വകുപ്പാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വതന്ത്ര കർഷക സംഘടനകളുടെയും വിവിധ പൗരസമൂഹ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയും ഈ നീക്കത്തിനുണ്ട്. ആഗസ്റ്റ് 15 വെള്ളരിക്കുണ്ടിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്ന ദിവസം തന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലെയും ഓരോ സ്ഥലത്ത് അനുഭാവ സത്യാഗ്രഹങ്ങളും നടക്കും. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിലും, കൊല്ലം ജില്ലയിലെ തിരുമല്ലാവാരം ഗാന്ധിഘട്ടിലും, ആലപ്പുഴ ജില്ലയിലെ മുളക്കുഴയിലും, പത്തനംതിട്ട ജില്ലയിലെ ചാത്തൻതറയിലും, കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലും, ഇടുക്കി ജില്ലയിലെ അടിമാലിയിലും, എറണാകുളം ജില്ലയിലെ കച്ചേരിപ്പടിയിലും, തൃശൂർ ജില്ലയിലെ കോടാലിയിലും, പാലക്കാട് ജില്ലയിലെ കോട്ടമൈതാനി അഞ്ചുവിളക്കിലും, മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലും, വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലും, കോഴിക്കോട് ജില്ലയിലെ കിഡ്സൺ കോർണറിലും, കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയിലും, കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കയിലുമാണ് അനുഭാവ സത്യാഗ്രഹങ്ങൾ നടക്കുക. ഇതിന്റെ തുടർച്ചയായി വെള്ളരിക്കുണ്ടിലെ അനിശ്ചിതകാല സമരത്തിന് പിൻബലമേകാൻ പ്രചരണ പ്രവർത്തനങ്ങളും ഒപ്പം വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകും. ഇതിനായി ജില്ലാതല ഐക്യദാർഢ്യ സമിതികളും രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പം മലയോരത്താണ് കൂടുതൽ അതിന്റെ പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഇടനാട്ടിലേക്ക് അത് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പട്ടണങ്ങളിലേക്ക് പോലും വന്യജീവികൾ പ്രവേശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഗൗരവപൂർണമായ പഠനവും അതിനെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വന്യജീവി മനുഷ്യ ആക്രമണം ഉണ്ടാവാത്ത ഒന്നും സംഭവിക്കാത്തൊരു കാര്യമൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് നടക്കില്ല, നമുക്കറിയാം. പക്ഷേ ഇത് നിയന്ത്രിക്കണ്ടേ? അതുപോലെ തന്നെ ഇതിന് എന്താണെന്ന് വെച്ചാൽ ഇതിന് ജീവൻ നഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ കാർഷിക വിളകൾ നഷ്ടപ്പെടുന്നവർക്കും ഗവൺമെൻറ് കൊടുക്കുന്ന നഷ്ടപരിഹാരം വർഷങ്ങളായിട്ട് കൊടുക്കത്തില്ല. അത് തന്നെ നക്കാപ്പിച്ചാണ്. വളരെ നിസ്സാര തുകയേ ഉള്ളൂ. വെള്ളരിക്കുണ്ടിൽ ആഗസ്റ്റ് 15 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സത്യാഗ്രഹ പരിപാടികൾ ആരംഭിക്കും. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പ്രകടനം സത്യാഗ്രഹ പന്തലിലെത്തിയ ശേഷം സമീപ വർഷങ്ങളിൽ വെള്ളരിക്കുണ്ട് മേഖലയിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ ബന്ധുക്കൾ പുഷ്പാർച്ചന നടത്തിയായിരിക്കും സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുക. തുടർന്ന് സമരസഹായ സമിതി ചെയർമാൻ റിട്ടയർഡ് IG KV മധുസൂദനൻ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയും അധ്യക്ഷനാകും. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കോർഡിനേറ്റർ KV ബിജു, ആദിവാസി നേതാവ് ഡോക്ടർ അമ്മിണി വയനാട്, NMPM ദേശീയ കൺവീനർ CR നീലകണ്ഠൻ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും. ജനപ്രതിനിധികളും മത സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും സംബന്ധിക്കും. അനിശ്ചിതകാല സത്യാഗ്രഹത്തിന്റെ ആദ്യഘട്ടത്തിൽ എല്ലാ ദിവസവും സായാഹ്ന സത്യാഗ്രഹമാണ് നടത്തുകയെന്നും പിന്നീട് പടിപടിയായി ശക്തമായ സമരമാർഗങ്ങൾ അവലംബിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി ചെയർമാൻ സണ്ണി പൈക്കട, കൺവീനർ ബേബി ചെമ്പരത്തി, സഹായ സമിതി കോർഡിനേറ്റർ ഷോബി ജോസഫ്, കൺവീനർ ജിമ്മി എടപ്പാടി,
കിസാൻ സേന പ്രസിഡന്റ് ഗോവിന്ദ ഭട്ട്, കിസാൻ സേന ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജെ എന്നിവരാണ് വാർത്താസമ്മേളനം നടത്തി സമരം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.